ബാർക്കോഴ അന്വേഷിക്കുന്ന വിജിലൻസ് സംഘത്തിലെ ഡിവൈഎസ്പി സുരേഷ് കുമാറിനാണ് കേസെടുക്കാമെന്ന് വിജിലൻസ് ലീഗൽ അഡ്വൈസർ നിയമോപദേശം നൽകിയിരിക്കുന്നത്. ബാർക്കോഴ ആരോപണം സംബന്ധിച്ച് വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയ മൊഴികളിൽ മന്ത്രി കെ എം മാണിക്കെതിരായ ആരോപണം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണെന്നാണ് നിയമോപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കെ എം മാണിക്കെതിരെ കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്താമെന്നാണ് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുന്ന വിജിലൻസ് അന്വേഷണ സംഘ തലവൻ SP രാജ്മോഹൻ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. 2 ദിവസത്തിനുള്ളിൽ കോടതിക്ക് റിപ്പോർട്ട് നൽകും. ബിജു രമേശിന്റെയും അദ്ദേഹത്തിന്റെ ഡ്രൈവർ അമ്പിളിയുടെയും ബിജുവിന്റെ അക്കൗണ്ടന്റിന്റെയും മൊഴികളാണ് ലീഗൽ അഡ്വൈസർ പ്രധാനമായും കണക്കിലെടുത്തത്. കോഴ ആരോപണം ഉന്നയിച്ച ബിജു രമേശ് ഇതു സംബന്ധിച്ച നിലപാടിൽ വിജിലൻസിന് മുന്നിൽ ഉറച്ചുനിന്നു. ഇക്കൊല്ലം ഏപ്രിൽ 2-നാണ് ബാർ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ കെ എം മാണിക്ക് പണം നൽകിയതായി മൊഴി നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ബിജു രമേശിന്റെ ഹോട്ടലിൽ നിന്ന് കെ എം മാണിക്ക് നൽകാൻ 35 ലക്ഷം രൂപ അടങ്ങിയ പെട്ടിയുമായി തന്റെ കാറിൽ സഞ്ചരിച്ചതായാണ് ഡ്രൈവർ അമ്പിളിയുടെ മൊഴി. ഇതോടൊപ്പം ഈ സംഘത്തിന് നൽകാൻ ബാങ്കിൽ നിന്ന് താൻ 10 ലക്ഷം രൂപ പിൻവലിച്ചെന്ന് ബിജു രമേശ് മൊഴി നൽകിയിരുന്നു. ഇക്കാര്യം ബിജുവിന്റെ അക്കൗണ്ടന്റും വിജിലൻസ് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കോഴ ഇടപാട് നടന്നു എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാണിക്കെതിരെ കേസെടുക്കാമെന്ന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. അന്തിമ തീരുമാനം 2 ദിവസത്തിനുള്ളിൽ വിജിലൻസ് ഡയറക്ടർ കൈക്കൊള്ളും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.